ഹായ് ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു സാധനം ഉണ്ടാക്കാൻ പോവാണ്. ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ഞാൻ അതിങ്ങനെ വട്ടത്തിൽ മുറിച്ചിരിക്കുക. ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊട്ടുന്ന രീതിയിൽ പുഴുങ്ങിയില്ല, എന്നാലും നന്നായിട്ട് വെന്തതാണ്. കുറച്ച് ഉപ്പുണ്ട്, ഒരു ചെറിയ സവാളയുടെ കാൽ ഭാഗം, കാണുമ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക്, ഒരു പച്ചമുളക്, ഒരു തരിക്കോളം ഇഞ്ചി, പിന്നെ ഓരോ പിഞ്ച് വീതം മുളക് പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയും ഒരു പിഞ്ചിൻ്റെ ആവശ്യമില്ല മഞ്ഞൾപ്പൊടി, എന്നാൽ ഞാൻ കാണാൻ വേണ്ടി വെച്ചു. അതുപോലെ തന്നെ കായം പൊടിയാണ്. ഇത് കടലമാവാണ്. ഇനി നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. ഈ കടലമാവിലേക്ക് ഞാൻ എടുത്തു വെച്ച മുളക് പൊടി, മഞ്ഞൾപ്പൊടി മുഴുവൻ ഇടുന്നില്ല, കാരണം ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല, കുറച്ചല്ലേ ഉള്ളൂ. കടലമാവ് ഈ കപ്പ് കണ്ട്, ഈ കപ്പിന് ഒരു 1/4 കപ്പേ എടുത്തിട്ടുള്ളൂ, 1/4 കപ്പ് പോലും ഇല്ല. അതുപോലെ തന്നെ കായം പൊടി ഇട്ടു, കുറച്ച് ഉപ്പും അതിന് വേണ്ടുന്ന ഉപ്പ് നമുക്ക് നോക്കാം, ഉപ്പൊക്കെ മതിയൊന്ന്. ഇനി വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. നമ്മളിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം കുറച്ച്. വെള്ളം ഒഴിക്കാം. കുറേശ്ശെ വെള്ളം ഒഴിക്കണം. നമ്മൾ ഒറ്റയടിക്കാൻ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പാകം തെറ്റിപ്പോവും. ഒന്നുകിൽ പിന്നെ പൊടി ഇടേണ്ടി വരും, അല്ലെങ്കിൽ വെള്ളം ഒഴിക്കേണ്ടി വരും. അതിന് കുറേശ്ശെ ഒഴിച്ച് നമുക്കിത് ഉപ്പൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ പാകത്തിനാണ്. പിന്നെ എരിവ് വേണമെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇടാം. ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഞാനിത് ഈ ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ എടുത്ത് വെച്ചിരുന്ന സവാള എല്ലാം ഇട്ട് കൊടുത്തു. നന്നായിട്ട് വാടണം. നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. വാടാനുള്ള ടിപ്പ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ സവാളയ്ക്ക് വേണ്ടുന്ന ഉപ്പ്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇരിപ്പുണ്ടായിരുന്നു, കുറച്ച് ഉപ്പും മുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. അത് ഇതിനകത്തിട്ടിടുകയാണ്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എടുത്ത് വെച്ചതിൻ്റെ മുളക് പൊടി രണ്ടാമതെടുത്താണ്, ആദ്യത്തെ മറ്റേതിലിട്ട് നമ്മൾ മൂത്ത് വരുമ്പോൾ ചുമച്ചില്ലെങ്കിൽ മൂത്തില്ലെന്നാണ് അർത്ഥം. കുറച്ചേ ഉള്ളൂ, വേണ്ട അത്ര ഇതിന് ആവശ്യമുള്ളൂ നമുക്കിപ്പോൾ. ഇനി വീണ്ടും ഞാൻ ഇതിലോട്ട് എണ്ണ ഒഴിക്കുകയാണ്. മതി. ഞാൻ വട്ടത്തിൽ പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങ് അത് ഒരു കഷ്ണം എടുത്ത് ഇതിനകത്തിട്ട് മുക്കുകയാണ്. നമ്മളിവിടെ വഴറ്റി വെച്ചിരുന്നില്ലേ, അത് കുറച്ചിട്ട് വയ്ക്കുന്നു. ഇനി നമ്മൾ ഒരു കഷ്ണം കൂടെ അതുപോലെ തന്നെ മുക്കിയെടുക്കാം. അത് ഇതിൻ്റെ മുകളിൽ വയ്ക്കുന്നു. നന്നായിട്ട് പ്രസ് ചെയ്യാം. കണ്ട, എന്നിട്ട് ഇത് മൊത്തം അങ്ങ് മൂടാം. ഇതിൻ്റെ എരിവ് മൂത്തതിൻ്റെ എരിവ്. ഇനി നമുക്കിത് എണ്ണയിലോട്ട് പതുക്കെ ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് മറിച്ചിടാം. മറിച്ചിട്ട്
ഇട്ടിടാതെ ഇട്ടിടാതെ അതിലിട്ടിരിക്കും. നിൽക്കട്ടെ. ഇതായി. ഇതാണ് സ്റ്റഫ്ഡ് പൊട്ടറ്റോ ഓണിയൻ ബജി എന്ന് പറയുന്നതിന്. ഇപ്പം പുതിയതായിട്ട് കണ്ടുപിടിച്ചതാണ്. ഇനി വീണ്ടും നമ്മൾ അതുപോലെ തന്നെ ആവർത്തിക്കുന്നു. ശരിക്കും ഒരു സൈഡ് മുക്കിയാൽ മതി, ഈ സൈഡ് മുക്കിയാൽ മതി. ഈ സൈഡിലൊക്കെ തുടച്ച് കളയണം, അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് വീണ്ടും ഇതെടുത്ത് വയ്ക്കാം. ഒരെണ്ണെടുത്തു, ഇതിലേക്ക് മുക്കുന്നു, അടച്ച് വയ്ക്കുന്നു. ഇനി ഇത് പുറത്തോട്ട് ചാടാതിരിക്കാൻ നമുക്കിതിനെ ഒന്ന് പൊതിഞ്ഞെടുക്കാം. നമുക്കത് പതുക്കെ എണ്ണയിലിട്ടിട്ട് കൊടുക്കാം. നമ്മുടെ ഈ പുതിയ സ്നാക്സ് എങ്ങനെയുണ്ട്? എല്ലാവരും പരീക്ഷിച്ച് നോക്കിയിട്ട് പറയണം. പൊട്ടറ്റോയുടെ അകത്ത് നമ്മൾ അത് സ്റ്റഫ് ചെയ്തിരിക്കുകയാണ്, എന്നിട്ട് ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റാണ്, ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നന്ദി, നമസ്കാരം.